ഇടുക്കിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗം CPIMലേക്ക് മുൻ MLA ആയിരുന്ന സുലൈമാൻ റാവുത്തറാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ഒരു കളംമാറ്റത്തിന് പിന്നിൽ? ഈ സുലൈമാൻ റാവുത്തർ വിശദീകരിക്കുന്നത് എന്താണ്? അർഹിച്ച പരിഗണന തനിക്ക് കോൺഗ്രസിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് സുലൈമാൻ റാവുത്തർ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അംഗത്വം രാജിവെച്ചാണ്. അതായത് സംസ്ഥാനത്ത് 25 പേരാണ് ഈ കോൺഗ്രസിന്റെ പ്രചരണ സമിതി അംഗമായിട്ടുള്ളത്. അതിലൊരാളായിരുന്നു സുലൈമാൻ റാവുത്തർ. ഈ അംഗത്വം രാജിവെച്ചുകൊണ്ടാണ് CPIMലേക്ക് പോകുന്നത്. ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് സുലൈമാൻ റാവുത്തർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 12 മണിക്ക് CPIM ജില്ലാ സെക്രട്ടറിയിൽ നിന്നായിരിക്കും ഈ അംഗത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSUയിലൂടെയാണ് സുലൈമാൻ റാവുത്തർ ഈ പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ഇടക്കാലത്ത് JDSലേക്ക് പോവുകയും ചെയ്തു. JDSൽ നിൽക്കുമ്പോഴാണ് ഇടുക്കിയിൽ 1996-ൽ മത്സരിച്ച് ജയിക്കുന്നത്. പിന്നീട് 2001-ൽ റോഷി അഗസ്റ്റിനോട് പരാജയപ്പെടുന്നു. തുടർന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുകയായിരുന്നു. ഒരു ജനകീയനായ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി കാണുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.